സോ ഇസ് വെൽക്കം ബാക്ക് ടു ദി ഐൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു പേരറിഞ്ഞുകൂടാത്ത ഡൈനോസറാണ്. അപ്പോൾ ഈ ഡൈനോസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കളിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലെങ്കിലും അത്യാവശ്യം അറിയാം. ഇത് വലിയൊരു വീഡിയോ ആയിട്ട് കണക്കാക്കണ്ട, വെറുതെ ഒരു സമയം പോക്കാനായിട്ട് ഒരു 4 സെക്കൻഡ് എന്നൊക്കെ 4 മിനിറ്റ് വീഡിയോസാണ്. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫുള്ളായിട്ട് കാണുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, സബ്ബും ലൈക്കും എല്ലാം നിങ്ങൾ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും. അപ്പോൾ ഓക്കെ, നേരെ വീട്ടിലോട്ട്. ഈ ഒരു ദിനോസറായിട്ടാണ്, കണ്ടില്ലേ? ഏതാ അടിപൊളി. എന്തോരം അപരാധങ്ങളാണ് ഇവിടെ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത്, നമ്മൾ ഇപ്പോൾ സബ് അഡൾട്ടാണ്, നമ്മൾ അത്രയും ഗ്രോത്താക്കി എടുത്തതാണ്. അപ്പോൾ നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഇതിനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുണ്ടോ? നമ്മൾ ഇന്നത്തെ വീഡിയോ ലക്ഷ്യമിടുന്നത് വലിയ വലിയ ഡൈനോസേഴ്സിനെ പിടിക്കുക എന്നതാണ്. നമ്മൾ ചെറുതിനെയൊക്കെ വിടുകയാണ്. ചെറുതൊന്നും പിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വലിയ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒന്ന് ഹണ്ട് ചെയ്യണം. എന്ന് വെച്ച് സ്പൈനോസോറസിനെയും ടീറക്സിനെയും ഒന്നുമല്ല, അത്യാവശ്യം വലുപ്പമുള്ള മെഗാറാപ്റ്റർ അതിനെയൊക്കെ പിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ ചാവും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഗെയിമിൻ്റെ അവസാനം ചാവരാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഉറപ്പ് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാൻ മെല്ലെ അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇവിടെ ആരോ ആയിട്ട് ഒരു ഓട്ടോ മത്സരമൊക്കെ നടക്കുന്ന കണ്ടിനല്ലോ. ചിലപ്പോൾ മുതല സോറസെറ്റാനായിരിക്കും. അതുകൊണ്ട് അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് സേഫാണോ സംശയമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അധികം കളിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ബൈക്ക് വിട്ടോക്കട്ടെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ഇവിടെ ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? ഫുഡുണ്ടോ? ഫൈറ്റ് നടക്കുന്നതെന്നല്ലാതെ ഫുഡിൻ്റെ അംശമൊന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അത്തരം ഫുഡുകളോ ഭക്ഷണങ്ങളോ ഒന്നും കാണുന്നത് തന്നെ ഇല്ല. നമ്മൾ ഈ ഗ്രോത്ത് വെച്ചിട്ട് ഇനി വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണനെ, ഇപ്പം വെള്ളത്തിൽ പോയാലും വീഴുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രോത്ത് വെച്ചിട്ട് ഇനിയും വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഫുഡില്ലെങ്കിൽ നമ്മൾ ഖതം ഹോഗയ, അതാണ് പറഞ്ഞത്. കുഴപ്പമില്ലല്ലേ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു ഡൈനോസറായിട്ട് കളിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എന്താ പറഞ്ഞ? ഇതിൻ്റെ ഫസ്റ്റ് ഗെയിം പ്ലേ വീഡിയോ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇത് സെക്കൻഡായിട്ട് കൂട്ടിയാൽ മതി. ആരും ഉണ്ടല്ലോ, ഒരു വലിയൊരു വാലങ്ങോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ. ആരാണത്? എന്തായാലും അപ്പുറത്ത് കടന്നു കേട്ടോ. അപ്പുറത്ത് അവിടെ ആരുണ്ടാവില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രളയമണിത്തൂവൽ പൊഴിയും മുടിഞ്ഞ മഴ. കടക്കണമെങ്കിൽ നമ്മുടെ ഐലൻഡ് ആകെ ഇത്ര ചെറുതാണ്. അപ്പോൾ നമ്മൾ C4ലേക്ക് കടക്കണം. അതിന് വേറൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ്, വിശ്വസിക്കാനും പറ്റൂല. ആരടത്? കടിച്ച് കൊല്ലടവനെ, കടിച്ച് കൊല്ല്. ആരത് ബേക്കിൽ കൂടെ വന്ന് കടിക്കുന്നവരാ? എനിക്കിഷ്ടല്ലേ ബേക്കിലൂടെ വന്ന് ഫൈറ്റ് എടുത്തുന്നത്. ഒരു നീളല്ലാത്ത നമ്മുടെ ഹെൽത്ത് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അവനെ തുടങ്ങുമ്പോഴത്തേക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും വന്ന് കടിച്ച് കീറാനും കൊല്ലാനുമായിട്ട്. നല്ല ബ്ലീഡിങ്ങാണ്. അവിടെ നിൽക്കുന്നത്ര സേഫും അല്ല. നമ്മളിവിടുന്ന് ഓടുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. ഡാമിറ്റ്, നമ്മൾ ഡെത്ത്.